അങ്ങേര് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ളൊരു സരസ്വതിയായിട്ട് പല്ലുവേദന അല്ല, സരസ്വതിയുമായിട്ട് സഹേ ബഹേ സഹേ അവിഹിത ബന്ധം. ഇതൊക്കെ ഞാൻ എങ്ങനെ പറഞ്ഞു തരേണ്ടത്? എന്റെ രവി, എന്റെ ചേച്ചി, അതല്ല, എനിക്ക് ഇയാളുടെ കൂടെ മടുത്ത് എനിക്ക് എങ്ങോട്ടെങ്കിലും പോയാ മതി. ഓരോ സീസൺ വരുമ്പോ ഓരോ നാട്ടില് ഓരോ വേഷങ്ങളാണ്. ജീവിക്കാൻ വേണ്ടിയല്ലേ? ജീവിക്കാന്. ഓണാവുമ്പോ ഇങ്ങേര് മഹാബലി, ഞാൻ വാമനൻ. ക്രിസ്മസ് ആവുമ്പോ ഇങ്ങേര് സാന്താക്ലോസ്, ഞാൻ ആട്ടിടയൻ. ഇനി ദീപാവലി ആണെങ്കിലോ അന്നം കമ്പത്തിരി ചേച്ചി പടക്കം. പടക്കം ബിസിനസ് ആണല്ലോ നമ്മൾ ചെയ്തത്. ഒരു കാര്യം ചെയ്ത് നീ അകത്ത് ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ. നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കണം കേട്ടാ. നല്ലതാ. 16 വർഷമായിടാ കല്യാണം കഴിച്ചു. അച്ഛനറിയാവോ, ഒരു പാഴ്പോക ഈ പൊട്ട് മനസ്സിൽ തോന്നിയപ്പോ ഞാൻ ആദ്യം ഓടി ഇങ്ങടാ എത്തിയത്. കണ്ണു തുറന്നു നോക്കുമ്പോ എന്റെ അച്ഛനെയാ ഞാൻ ആദ്യമായി കണ്ടത്. ഞാൻ മാത്രമേ കണ്ടോളൂ. ക്രിസ്ത്യന്റെയും അച്ഛന്റെയും ഫോട്ടോ ഒരു സ്ഥലത്ത് വെച്ചാണ് ഞാൻ പൂജിക്കുന്നത്. അച്ഛ 1 4 3 എന്തോന്ന്? എനിക്ക് അച്ഛനെ ഒരുപാട് ഇഷ്ടമാണെന്ന്. എനിക്ക് പൈസ മുതലിപ്പോ കിട്ടണം. അയ്യോ എന്റെ ചേട്ടൻ, എന്റെ അവസ്ഥ ഞങ്ങൾക്ക് അറിഞ്ഞൂടായിട്ടാ. അയ്യോ കൊറേ കരച്ചിലൊക്കെ നമ്മളെ കേട്ടാ. പെട്ടെന്ന് പൈസ അതല്ലെന്ന്, പിന്നെ എന്റെ ജീവിതം കട്ടപ്പോകയാ. ഭയങ്കര ദുരിതപ്പാടില്ല ഞാൻ ജീവിക്കുന്ന. നിങ്ങൾക്ക് അറിയോ സംഭവം? ഈ വീട്ടിലൊരു ചമ്മന്തി അരക്കാന് ഒരു തേങ്ങ പോലും ഇല്ല. നിങ്ങൾ അറിയോ? ഭഗവാനെ തെങ്ങിക്കയറാനും എനിക്ക് അറിഞ്ഞൂടല്ലേ. ഇതാരോട് പറയാനാ? എന്താണ് വെച്ച വിഷമം? അയ്യോ കുടി, ഒടുക്കത്തിലെ കുടി. എടി പെണ്ണെ, ഞാൻ നിന്റെ ഒരു കാര്യം പറയട്ടാ. നീ ഒരു പെങ്കൊച്ച തന്നെ. ഈ കുടി നിർത്തണമെങ്കിൽ ചെന്നി നായക അരച്ചൊക്കെ തേച്ചാ മതി. കൂടി അപ്പ നിക്കും. അങ്ങനെ ഫുള്ള് വെള്ളമടിയാ. അയ്യോ വെള്ളമടി സണ്ടേ നമ്മളെ സമ്മതിച്ചു കൊടുക്കരുത്. അയ്യേ വെള്ളമടിയാണ് സകല കുടുംബവും നശിക്കുന്നത്. മുളക് പോലെ എന്റെ ജീവിതം. ഓ നീറിക്കൊണ്ടിരിക്കുകയാണ് നീ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇത് സാമ്പാറിനാ അവിയല്ല നീളത്തിന്റെ ചേട്ടാ. അതൊന്നല്ല, മതിയേ മതി. നിങ്ങൾക്കറിയോ, വല്ലാത്തൊരു കഷ്ടത്തിലായി പോയി ഞാൻ. ആ കാലനെ കല്യാണം കഴിച്ച അന്ന് തുടങ്ങിയത് എന്റെ കഷ്ടപ്പാട്. കൂടെ ഇറങ്ങി വന്നു. സാറേ, ഇയാളെ എനിക്കൊരു വക വാങ്ങി തരൂല. സാറിനറിയാവോ, എന്റെ ഒരു അനിയ ഗൾഫില് അറബിയുടെ അണ്ടറിൽ ജോലി ചെയ്യണുണ്ട്. എനിക്ക് 25,000 രൂപയുടെ പട്ടുസാരി, നല്ല നെക്ലസ്, എന്തെന്ത് സാധനം വാങ്ങിച്ചു തരുമെന്നറിയോ? ഇതുവരെ ഒരു സാധനം ഈ മനുഷ്യൻ വാങ്ങിച്ചു തന്നിട്ടുണ്ടോ ചോദിക്കും സാറേ. നിന്റെ അനിയൻ ജോലി ചെയ്യുന്ന ആ അറബി ഇല്ലേ, അറബി മുതലാളി, അയാൾക്ക് എന്തൊക്കെയുണ്ട് ഗൾഫില്? 3 പെട്രോൾ പമ്പ്, 2 ഷോപ്പിംഗ് കോംപ്ലക്സ്, 2 എണ്ണപ്പാടം. സാറേ, ഞാൻ ജോലി ചെയ്യുന്ന സുഗുണം വെച്ചിരിക്കും. ഒരു മുഴക്കോല്, ഒരു തൂക്ക് കേട്ട, 2 മുനക്കരട്ടി. സാറുണ്ടോ? സാറൊക്കെ പോയി. അല്ല, ഇവിടെ 3 മണി മുതൽ 4 മണി വരെ സന്ദർശകരെ കാണാം എന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ആണോ? എവിടെയാ എഴുതി വെച്ചിരിക്കണേ? ഞാൻ അതുവരെ കണ്ടിട്ടില്ലല്ലോ. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ പോയി നോക്കിയാലും കാണാം. ഇപ്പൊ സാറിനെ കണ്ടിട്ട് എന്താ ആവശ്യം? അല്ലെ, ഞാൻ കെട്ടിന്റെ കാര്യം ഒന്ന് പറയാൻ വേണ്ടിട്ടാണ്. ആള് നിസ്സാരക്കാരനൊന്നും അല്ല കേട്ടോ. കെട്ടിന്റെ കാര്യം പറയാൻ വന്നതാന്ന്. ആരുടെ? 1ാം കെട്ടോ 2ാം കെട്ടോ? 2ാം കെട്ട് തന്നെ. ഒന്ന് കെട്ടിട്ട് തന്നെ ഞാൻ പറഞ്ഞ പാടെ എനിക്കറിയുള്ളൂ. ഈ 2 ഭാര്യമാരും വീട്ടിലുണ്ടോ? നിങ്ങൾ എന്ത് കെട്ടിന്റെ കാര്യ പറഞ്ഞ? ഞാൻ കരിങ്കല്ല് കെട്ടിന്റെ കാര്യ പറഞ്ഞത്. ഞാൻ വീടിന്റെ അവിടെ ആ കരിങ്കല്ല് വെച്ച് കെട്ടിയിട്ടുള്ള ഇടിഞ്ഞു പൊളിഞ്ഞ് താഴ്ത്തിക്ക് വീണ്. അപ്പൊ വീട്ടിലെ മതില് പണി ചെയ്യുമ്പോ നല്ല വല്ല ആൾക്കാരെയും കൊണ്ട് ചെയ്യിക്കണ്ടേ? എന്റെ കുടുംബത്തെ ഞാൻ കെട്ടിയ കല്ലിന്റെ കെട്ടല്ല പറഞ്ഞത്. ആ റോഡിന്റെ അരികിൽ കെട്ടിയിട്ടില്ലേ, അത് മരാമത്ത് വകുപ്പല്ലേ അത് ചെയ്യേണ്ടത്. അവരത് കെട്ടിയിട്ട് അതൊക്കെ കൂടി കെട്ടി മറിഞ്ഞ് വീട് എന്റെ മുറ്റത്താ കിടക്കണം. മനുഷ്യന്മാർക്ക് അങ്ങോട്ട് കൂടെ നടക്കൊന്നും വേണ്ട. അത് അത്ര ദിവസം കാത്തു നിൽക്കുക. നീയും ഭർത്താവും അല്ലാതെ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? 1 വയസ്സുള്ള മോനുണ്ട്. ആ 1 വയസ്സുള്ള മോൻ എന്ത് ചെയ്യുന്നു? പാലാ കമ്മ്യൂണിക്കേഷനിൽ ഗാനം ഇളക്കി പോകുന്നു. മലയാള തമിഴ് അടിച്ചാൻ കയറ്റി വരും. 1 വയസ്സുള്ള കൊച്ചെന്തോടി നിന്നോണ്ട് വീട്ടിലിരിക്കും, അല്ല ഒന്നും ചെയ്യത്തില്ല. അയ്യോ രംഗണ്ണ, എങ്ങനെ ഇത്ര സെറ്റപ്പ് ആയത്? രാത്രി ഫോൺ വിളിക്കും. അങ്ങനെ മൊത്തം 4 സെറ്റപ്പ്. കൂട്ടി 5 സെറ്റപ്പായി. എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയതെന്ന്? ഈ സെറ്റപ്പാണോ ഉദ്ദേശിച്ചത്? നമ്മള് മറ്റേ പറഞ്ഞു കൊടുക്കണേ അങ്ങോട്ട്. അങ്ങനെ വാളയാർ കാട് തീ പിടിപ്പിച്ചാലാണ് ഇങ്ങനായത്. അണ്ണൻ കാടൊക്കെ കത്തിച്ചിട്ടുണ്ടോ? അതായത് ദീപാവലി സമയം ഞങ്ങൾ പടക്കം മേടിക്കാം. ആണ്ട് ഇവക്കാണെങ്കിൽ ഇവിടത്തെ പടക്കം പറ്റൂല, ശിവകാശിയിലെ പടക്കം വേണം. അങ്ങനെ ഞാൻ പടക്കവും മേടിച്ചിട്ട് വരുമ്പോ ഞങ്ങളുടെ വണ്ടിയില്ല. 20 കിലോമീറ്റർ ഞാൻ ഇങ്ങനെ നടന്ന് വന്നുവാ. 15 കിലോമീറ്റർ നടന്നു കഴിഞ്ഞപ്പോ എന്റെ തുടയൊറിഞ്ഞ് തീ വന്ന്. ആ തീ നേരെ പടക്കത്തി വന്ന് കാട് നിന്നങ്ങ് കത്തിയോ. എന്നിട്ട് ഞാൻ ഒറ്റ ഓട്ടം ഞാൻ നാട്ടിൽ ചെന്ന്. പക്ഷെ ഫോറസ്റ്റുകാരനെ പിടിച്ച് ഒളിച്ചു പോയ അണ്ണനെ ഫോറസ്റ്റുകാർ പിടിച്ചത് എങ്ങനെ? പുക ഫോളോ ചെയ്ത് അവര്